കുട്ടികള് കരയുന്ന ശബ്ദം ഏകദേശം ഇങ്ങനെ ക്വാ ക്വാ എന്നാണ്. അതായത് ക്വാ 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 അല്ലെ. ഈ ക്വാ എന്നുള്ള വാക്കിന് ആ, സംസ്കൃതത്തില് അർത്ഥം സുഖം എവിടെയെന്നാണ്. എന്താണ് സുഖം എവിടെയെന്ന്? ലോകത്തുള്ള മുഴുവൻ കുട്ടികളും സംസ്കൃതത്തിലാണ് കരയുന്നത് കേട്ടോ. അത് ചൈനയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും സംസ്കൃത ഭാഷയിലാണ് കുട്ടികൾ കരയുന്നത്. എങ്ങനെ കരയാ? ക്വാ ക്വാ ക്വാ. അതായത് 9 മാസം അമ്മയുടെ ഉദരത്തില് ഗർഭാശയത്തില് നല്ല സുഖമാണ് അവിടെ. ഒന്നും ബുദ്ധിമുട്ടണ്ട. ഭക്ഷണം കൃത്യസമയത്ത് കിട്ടും, ഉറങ്ങിയാൽ മതി. ആ ടെമ്പറേച്ചർ ഒക്കെ കറക്റ്റ് ആണ്. എ സിയുടെ തണുപ്പ് കൂട്ടെ കുറയ്ക്കാൻ വേണ്ട, ഓൺ ആക്കേണ്ട, പവർ കിട്ടില്ല, ഒച്ചപ്പാടും ബഹളവും അവിടെ ബാധിക്കില്ല. അപ്പൊ ഒന്ന് നല്ല സുഖം. ലോകത്ത് ഇത്രയും സുഖമുള്ള ഒരു സംഭവം വേറെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും സുഖത്തിൽ മാത്രം 9 മാസം ജീവിച്ചിട്ട് ആ കുഞ്ഞ് ഈ ലോകത്തേക്ക് വരുമ്പോ ആ സുഖമാണ് ആ കുട്ടിക്ക് ആദ്യം നഷ്ടപ്പെടുന്നത്. സ്വന്തമായിട്ട് ശ്വസിക്കണം, എല്ലാം സ്വന്തമായിട്ട് ചെയ്യണം, കുറെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. അപ്പൊ സുഖം നഷ്ടപ്പെടുമ്പോ കുട്ടി കരയാണ്. എന്തെന്ന്? ക്വാ ക്വാ ക്വാ. ആ നേരത്തെ ഉണ്ടായിരുന്ന സുഖം എവിടെ? സുഖം എവിടെ? സുഖം എവിടെ? സുഖം എവിടെ? അപ്പൊ അന്ന് നമ്മളെല്ലാവരും അങ്ങനെയാണ് കരഞ്ഞു തുടങ്ങിയത്. അതായത് സുഖം അന്വേഷിച്ച് തുടങ്ങിയത്. ഇന്ന് ഈ പ്രായമായിട്ടും നമ്മൾ ആ സുഖ അന്വേഷണം നിർത്തിയിട്ടില്ല. അപ്പോ കഠോപനിഷത്തിലെ കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. കഠോപനിഷത്ത് പറയുന്നത്, അല്ലെങ്കിൽ യമദേവൻ പറയുന്നത്, സുഖത്തിന്റെ പേരിൽ ജീവിതം നശിപ്പിക്കുന്ന ആൾക്കാരാണ് നമ്മളെന്നാ പറയുന്നത്. സുഖത്തിന്റെ പേരിൽ ശരീരവും മനസ്സും നശിപ്പിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഇവിടെ ഒരു ടെക്നിക്ക് പറയുന്നുണ്ട്, ശ്രദ്ധിക്കണം. ബോഡി നന്നായിട്ട് പ്രവർത്തിക്കാൻ ബോഡിക്ക് ആക്ടിവിറ്റീസ് ആവശ്യമുണ്ട്. ശരീരം നന്നായിട്ട് പ്രവർത്തിക്കാൻ ശരീരത്തിന് എന്ത് വേണം? ശരീരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ശരീരത്തിന് വ്യായാമം വേണം, നടപ്പ് വേണം, യോഗ വേണം, എന്തൊക്കെ എക്സസൈസുകൾ വേണം. ശരീരം ഇങ്ങനെ അനക്കാതെ വെക്കരുത്. ശരീരം അനക്കാതെ വെക്കും തോറും അതിന്റെ പ്രവർത്തന ക്ഷമത കുറയും. ശരീരം അനങ്ങുന്തോറും അതിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിക്കും. പക്ഷെ മനസ്സിന് അങ്ങനെയല്ല. മനസ്സ് നന്നായിട്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിന് വിശ്രമം ആവശ്യമാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താണ്? ശരീരം നന്നായിട്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ശരീരത്തിന് പ്രവർത്തനം ആവശ്യമാണ്. മനസ്സ് നന്നായിട്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിന് വിശ്രമം ആവശ്യമാണ്. നമ്മൾക്ക് ഒരേ ഒരു കുഴപ്പമുള്ളൂ, നമ്മളിത് നേരെ തിരിച്ചു ചെയ്യും. എന്താണ്? മാക്സിമം വിശ്രമം ശരീരത്തിന് കൊടുക്കും, അനങ്ങാണ്ടിരിക്കും. ഒരു സ്ഥലത്തിരുത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് അനങ്ങൂല. ഞാൻ ഒരു ദിവസം ഒരാള് ടി വിയിൽ ഒരു പ്രോഗ്രാം നോക്കി ഇരിക്കുക. ഒരു ബോറം പ്രോഗ്രാം ഇട്ടാ, ഭയങ്കര പ്രോഗ്രാം വീട്ടിൽ ചെന്നപ്പോ കാണുന്ന കാഴ്ച. ഭയങ്കര ബോറ് പ്രോഗ്രാം നോക്കി ഇങ്ങനെ ഇരിക്കുക ടി വിയിൽ. അപ്പൊ ഞാൻ ചോദിച്ചത്, എന്ത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കണത്? മാറ്റിക്കൂടെ? ആ റിമോട്ട് അവിടെ ഇരിക്കണമെന്ന്. അതായത് റിമോട്ട് ചെന്ന് എടുത്ത് മാറ്റാനുള്ള മടി കാരണം ഈ ബോറം പ്രോഗ്രാം ഒന്ന് നോക്കിയിരിക്കുകയാണ്. അപ്പൊ അത്ര ശരീരം ചില ആൾക്കാർ ശരീരം അനക്കില്ല, കണ്ടിട്ടില്ലേ? ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, വീട്ടിൽ ആരെങ്കിലും തൂത്തുവാരാണെങ്കിൽ കാലിങ്ങനെ പൊക്കി കൊടുക്കാൻ കണ്ടിട്ടുണ്ടോ? അതായത് ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാര് കാലിങ്ങനെ പൊക്കി കൊടുക്കും. അതായത് അവിടെ നിന്നൊന്ന് എണീറ്റ് മാറ പോലും ഇല്ല. കാല് പൊക്കി കൊടുക്കുന്ന ആളുകളെ നിങ്ങൾക്ക് എത്ര പേർക്ക് പരിചയമുണ്ടെന്ന് കൈപൊക്കി? അവരുടെ പേരൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് പോകണം കേട്ടോ. അവിടെ കാല് പൊക്കി കൊടുക്കുന്നേ. ഇതൊക്കെ വല്ല അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ആ ചൂലും കെട്ടുകൊണ്ട് ഭാര്യ അടിക്കും. നമ്മുടെ ഇവിടുത്തെ ഭാര്യമാരൊക്കെ സഹിക്കും. ചിലപ്പോ നേരെ തിരിച്ച് ഭർത്താവ് നോക്കുമ്പോ ഭാര്യയും ചിലപ്പോ ഇങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ അത്രക്ക് ശരീരം അനക്കുന്ന കാര്യത്തില് മടിയന്മാരാണ് നമ്മൾ. കറക്റ്റ് അല്ലേ സാർ? എന്നാലോ മനസ്സിനെ കൊണ്ട് മാക്സിമം നമ്മൾ പണിയെടുപ്പിക്കുകയും ചെയ്യും. മനസ്സിനെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിച്ചുകൊണ്ടേയിരിക്കുമല്ലോ, ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടി. അതായത് ലോകത്തെ ഏറ്റവും വലിയ മടിയൻ വരെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ആളായിരിക്കും. കാരണം പണിയെടുക്കാതിരിക്കും തോറും ചിന്തകൾ കൂടാൻ തുടങ്ങും. കണ്ടിട്ടില്ലേ? നമ്മൾ വെറുതെ ഇരിക്കും തോറും നമ്മുടെ ചിന്തകൾ കൂടാൻ തുടങ്ങും. അപ്പോ മനസ്സ് നന്നായിട്ട് പ്രവർത്തിക്കാൻ മനസ്സിന് എന്ത് വേണം? ഇതെപ്പോഴും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ജീവിതകാലം മുഴുവനും ഈ പോയിന്റ് നോട്ട് ചെയ്തോളൂ. മനസ്സ് നന്നായിട്ട് പ്രവർത്തിക്കണോ? മനസ്സിന് എന്ത് വേണം? വിശ്രമം. ശരീരം നന്നായിട്ട് പ്രവർത്തിക്കണോ? ശരീരത്തിന് എന്ത് വേണം? വ്യായാമം, എക്സസൈസ്, നടപ്പ്. അത് നിർബന്ധം. എന്നാലേ ശരീരം പ്രവർത്തിക്കുള്ളൂ. ശരീരത്തിന്റെ പ്രവർത്തനം കുറഞ്ഞു വരും. ഓക്കെ. അപ്പം നമ്മളിങ്ങനെ സുഖത്തിന്റെ പേരിൽ ജീവിതം നശിപ്പിക്കുന്ന ആൾക്കാരാണ്.
പലതിന്റെ പുറകെ പോയി, അതിന്റെ പുറകെ പോയി, ഇതിന്റെ പുറകെ പോയി. ഇവിടെ നചികേതസ് പറയാണ്, യമദേവ, നീ എനിക്ക് സുഖം വാഗ്ദാനം ചെയ്യുകയാണ്. ഈ ഡയലോഗ് ശ്രദ്ധിക്കണം കേട്ടോ, യമദേവനായിട്ടുള്ള അടുത്ത അടിയാണ്. എന്താണ്? നീ എനിക്ക് സുഖം വാഗ്ദാനം ചെയ്യാണ്. യു ആർ ഓഫറിംഗ് മീ പ്ലഷർ. വാട്ട്? യു ആർ ഓഫറിംഗ് മീ പ്ലഷർ. നീ എനിക്ക് സുഖം വാഗ്ദാനം ചെയ്യാണ്. സുന്ദരിമാരായ സ്ത്രീകളുടെ നൃത്തം, ഇഷ്ടപ്പെട്ട ഭക്ഷണം, വാഹനം, കൊട്ടാരം, ലോകം, രാജാവ്, നീ എനിക്ക് സുഖം വാഗ്ദാനം ചെയ്യുകയാണ് യമദേവ. അടുത്ത ഡയലോഗ് ശ്രദ്ധിക്കണേ. ഹൗ ക്യാൻ ഐ എൻജോയ് ദിസ് പ്ലഷർ? എനിക്ക് എങ്ങനെയാണ് ഈ സുഖം ആസ്വദിക്കാൻ സാധിക്കുക? വെൻ യു ആർ സ്റ്റെയറിംഗ് അറ്റ് മീ. നീ എന്നെ, കാലൻ, നീ യമദേവൻ, നീ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കിതെങ്ങനെയാണ് ആസ്വദിക്കാൻ സാധിക്കുക? കാരണം അത് മനസ്സിലായല്ലോ. ഇതൊക്കെ ഒരു സിംബോളിക് ഡയലോഗ്സ് ആണ് കേട്ടോ. അതായത് നമ്മൾ സുഖം ആസ്വദിക്കുമ്പോൾ ഓർത്തോളൂ, ഈ സുഖത്തിനൊക്കെ എന്തായാലും എന്തുണ്ട്, ഒരു അവസാനമുണ്ട്. കാരണം യമദേവൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഒരു ആചാര്യൻ ഒരിക്കൽ പറയണ കേട്ടിട്ടുണ്ട്, നമ്മളിപ്പോ ജീവിക്കുന്ന ഈ സമയം യമദേവൻ നമ്മളിങ്ങനെ കളിക്കാൻ വിട്ടിരിക്കുകയാണെന്ന്. ആക്ച്വലി യമദേവൻ നമ്മളിങ്ങനെ കളിക്കാൻ വിട്ടിരിക്കുകയാണ്. ഇന്ന് മരിച്ച അദ്ദേഹത്തിന് ഞങ്ങൾ വിളിക്കുക സ്വരു കൊച്ചൻ എന്നാണ്. ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ആളാണ്, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോ എപ്പോഴാണ് കിളച്ചോണ്ടിരിക്കുകയായിരുന്നു, അവിടെ പറമ്പില് കിളച്ചോണ്ടിരിക്കുകയായിരുന്നു. പുള്ളി ജോലിയൊക്കെ റിട്ടയർമെന്റിന് ശേഷം കൃഷി കിളച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോ കൈവേദനയാണ്. അപ്പൊ പുള്ളി വിചാരിച്ചു കിളച്ചതിന്റെ കൈവേദന ആയിരിക്കും, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എപ്പോ വേണേലും യമദേവൻ നമ്മളെ എന്ത് ചെയ്യാം, കയറി പിടിക്കാം. അല്ല, ഏറ്റവും വലിയ സങ്കടം എന്താ പറയുക, ചില ആൾക്കാർ ഈ ജീവിക്കാനായിട്ട് കുറെ കൂടി വെയിറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരാളാണ് ഇദ്ദേഹം, ഇപ്പൊ മരിച്ച ആള്. അതായത് പണി പണി പണി, വിശ്രമിക്കില്ല, ഒന്നും എൻജോയ് ചെയ്യില്ല, പൈസ ചെലവാക്കില്ല, ഇങ്ങനെ പിശുക്കി മക്കളെയൊക്കെ ഒരു നിലയിലാക്കി. ഒരു മകൻ UK-ലാണ്. എന്നിട്ട് ഇപ്പൊ ഒന്ന് എൻജോയ് ചെയ്ത് തുടങ്ങലും മരിച്ചുപോയി. മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ടല്ലോ അല്ലേ? അപ്പൊ മകൻ ജസ്റ്റ് ഒരു 6 മാസം മുമ്പ് UK-ലോട്ട് പോയുള്ളൂ ജോലിയായിട്ട്. ഇത്രയും നാൾ അവനെ പഠിപ്പിക്കില്ല, അത് ചെയ്യല്, കുടുംബത്തിന് വേണ്ടി ഓടി നടന്നത് ആള് സെറ്റിലായി, ആള് പോയി. മനസ്സിലാവുണ്ടോ അല്ലേ? അപ്പൊ നമ്മള് ഈ പറഞ്ഞു വരുന്നത്, യമദേവനിലേക്ക് തിരിച്ചു വരാം. നചികേതസ് പറയുന്നത്, വെൻ യു ആർ സ്റ്റെയറിംഗ് അറ്റ് മീ, നീ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് സുഖിക്കാൻ സാധിക്കുക? നീ എന്ന സത്യം സാക്ഷിയായി എന്റെ മുന്നിൽ നിൽക്കുമ്പോൾ, മരണത്തിന്റെ ദേവ, എനിക്ക് എങ്ങനെയാണ് സുഖിക്കാൻ സാധിക്കുന്നത്? രണ്ടാമത്തെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇത് കഠോപനിഷത്തിലെ വലിയൊരു പോയിന്റ് ആണ്. ഈ പ്ലഷറും ബ്ലിസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആനന്ദവും സുഖവും തമ്മിലുള്ള വ്യത്യാസം. ഇതൊരു വലിയ വ്യത്യാസമാണ് കേട്ടോ. ആനന്ദവും സുഖവും തമ്മിലുള്ള വ്യത്യാസം. ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളും സുഖത്തിന്റെ പിന്നാലെയാണല്ലോ. ഭക്ഷണത്തിന്റെ സുഖം, കാഴ്ചകളുടെ സുഖം, കേൾവിയുടെ സുഖം, സ്പർശനത്തിന്റെ സുഖം. ലോകം മുഴുവനും സുഖത്തിന്റെ പിന്നാലെയാണ്. കുറെ സുഖങ്ങൾ മാറ്റിവെച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെ ഞാൻ വീണ്ടും അഭിനന്ദിക്കുന്നു. സത്യമായിട്ട് ഒരുപാട് സുഖങ്ങളാണ് മാറ്റിവെച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇതിലൊരു സുഖം കണ്ടെത്തുന്നുണ്ട്. അതൊരു ആത്മീയ സുഖമാണ്. അതൊരു സുഖമുള്ള സുഖമാണ്. അത് സുഖമല്ല, അതൊരു ആനന്ദമാണ്. അപ്പൊ സുഖവും ആനന്ദവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. സുഖം നമ്മളെ ടയേർഡാക്കും, നമ്മളുടെ എനർജി കുറക്കും. ആനന്ദം നമ്മളുടെ എനർജി കൂട്ടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ നല്ലൊരു സത്സംഗം, നല്ലൊരു പ്രാർത്ഥന, നല്ലൊരു മെഡിറ്റേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളുടെ ആനന്ദം അങ്ങോട്ട് വർദ്ധിക്കും. നേരം വെളുക്കുന്നവരൊരു പാർട്ടിയും കഴിഞ്ഞിട്ട് പോയുള്ള അവസ്ഥ എന്തായിരിക്കും? ഡാൻസും പാർട്ടിയും മദ്യപാനും ഒക്കെ അങ്ങനെ ഉണ്ടല്ലോ. കഴിഞ്ഞു പോയുള്ള അവസ്ഥ എന്തായിരിക്കും എന്നറിയോ? ഞാനൊരു സത്യസന്ധമായിട്ട് റെക്കോർഡ് ചെയ്യാണ്. എന്റെ ജീവിതം എന്താവുമെന്ന് എനിക്കറിയില്ല, എന്നാലും പറയാം. ഞാനൊരു സത്യസന്ധമായിട്ട് പറയട്ടെ. ഞാൻ ജനിച്ചതും വളർന്നതും കൊച്ചിയിലെ ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കേട്ടിട്ടുണ്ടോ? ഫോർട്ട് കൊച്ചി. അപ്പൊ അവിടെ എൻ്റെ ചുറ്റുപാടും ആംഗ്ലോ ഇന്ത്യൻസ് ആയിരുന്നു. ക്രിസ്ത്യൻസ് ആണെന്ന് മാത്രമല്ല, ഒരു ആംഗ്ലോ ഇന്ത്യൻസ് ആണ്. അപ്പൊ അവരുടെ ജീവിതശൈലി ഒരല്പം പാശ്ചാത്യ
ശൈലിയാണ്. അപ്പൊ അവർക്ക് എന്തോ ഒരു ആഘോഷമാണ്. ആഘോഷത്തിന് ഒരു കാരണം നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. അത് മാത്രമല്ല, മദ്യപാനം ഇല്ലാത്തൊരു ആഘോഷം അവർക്കില്ല. അപ്പൊ ഞാൻ ജനിച്ചു വളർന്നത് അവരുടെ ഒപ്പമാണ്. 97 97 ഞാൻ ഇങ്ങനെ ഒരു സനാതന ധർമ്മത്തിലേക്ക് അല്ലെങ്കിൽ ജീവനകലയിലേക്ക് ഇങ്ങനെ ഒരു ഗുരുവിന്റെ കീഴിലേക്ക് വരുന്നത് 97 അപ്പോ എനിക്ക് ഒരു എന്റെ 20s എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു 18 വയസ്സ് മുതൽ ഒരു ഞാൻ 26 വയസ്സായപ്പോ 27 വയസ്സായപ്പോ ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചറായി. അപ്പൊ എന്റെ ഒരു ഏർലി 20s ലേറ്റ് ടീൻസ് 18 19 വയസ്സ് 26 എന്റെ ന്യൂ ഇയർ എങ്ങനെയായിരുന്നു അറിയോ? ആർട്ട് ഓഫ് ലിവിംഗിലേക്ക് വരുന്നത് വരെ എന്റെ ന്യൂ ഇയർ ആഘോഷം എങ്ങനെയാണെന്ന് അറിയോ? 3 മണി 4 മണി വരെ 31-ാം തീയതി ഡിസംബർ 31 3 മണി 4 മണി വരെ ആഘോഷം. 1-ാം തീയതി 8 വർഷം ഞാൻ കണ്ടിട്ടില്ല. 2-ാം തീയതി ആയിരിക്കും മിക്കവാറും എഴുന്നേൽക്കുന്നത്, അല്ലെങ്കിൽ 1-ാം തീയതി വൈകുന്നേരം. 1-ാം തീയതി രാവിലെ എന്ന് പറഞ്ഞ സംഭവം ഒരു 8 വർഷം ഞാൻ കണ്ടിട്ടില്ല. അറ്റ്ലീസ്റ്റ് മിനിമം ഉച്ച വരെയെങ്കിലും കണ്ടിട്ടില്ല. 1-ാം തീയതി കാണാത്ത വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 2-ാം തീയതി എണീറ്റിട്ടുണ്ട്, തല പൊന്തില്ല, ടയേർഡായിട്ട് എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് തോന്നുന്നു നമുക്ക്. ഇതാണ് സുഖത്തിന്റെ പ്രശ്നം. സുഖം നമ്മളെ കൂടെ. ചില ആൾക്കാർ ഈ പിക്നിക്കൊക്കെ പോയി വരുമ്പോ കണ്ടിട്ടുണ്ടോ? ചില ആൾക്കാർ പിക്നിക്കിന് പോകുമ്പോൾ കണ്ടിട്ടുണ്ടോ? പിക്നിക് സ്പോട്ടിൽ എത്തുമ്പോ തന്നെ പറയാൻ തുടങ്ങും, ഒന്ന് തിരിച്ചെങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി. ഇതാണ് സുഖത്തിന്റെ പ്രശ്നം. സുഖത്തിന്റെ ഒരു പ്രശ്നം ഇതാ. നമ്മൾ ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിച്ചാലും നമ്മളെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സുഖം കിട്ടില്ല. സത്യല്ലേ? ആണല്ലോ? കറക്റ്റ് അല്ലേ? ആണല്ലേ? ആ മുഷിഞ്ഞ പുതപ്പും ഒക്കെ കിട്ടിയാലേ നമുക്ക് 5 സ്റ്റാർ ഹോട്ടലിനെക്കാളും നമ്മൾ കംഫർട്ടബിളാണ്. സുഖം എന്ന് പറഞ്ഞ സംഗതിയും ആനന്ദം എന്ന് പറഞ്ഞ സംഗതിയും രണ്ടും രണ്ടാണ്. ആനന്ദം നമ്മുടെ ഊർജത്തെ ഉയർത്തും, സുഖം നമ്മളുടെ ഊർജം കുറക്കും. സുഖം നമ്മളെ തളർത്തും, കുറക്കും എന്നല്ല. പ്ലഷർ ആക്ച്വലി നമ്മളെ ടയേർഡ് ആക്കും. സത്യമല്ലേ പറയുന്നത്? അപ്പൊ ഇതാണ് നീ എനിക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ആര്? ഒരു പോയിന്റിൽ നിൽക്കുന്നില്ല. ആര്? ഒരു വാഗ്ദാനത്തിലും നിൽക്കുന്നില്ല. യമദേവന് മനസ്സിലാവുകയാണ് നചികേതസിന് 2 ക്വാളിറ്റി ഉണ്ട്. ഒന്ന്, നചികേതസ് പ്രലോഭനങ്ങളിൽ വീഴുന്നില്ല. 2, നചികേതസിന് നല്ല ക്ഷമയുണ്ട്. ആത്മീയതയിൽ വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റീസ് ആണ് ഈ 2 ക്വാളിറ്റീസ്. ഒന്നെന്താണ്? പേഷ്യൻസ്, ക്ഷമ. 2 എന്താണ്? ടെംപ്റ്റേഷൻസിൽ, പ്രലോഭനങ്ങളിലും വിഷമങ്ങളിലും സഫറിങ്ങിലും വീഴാതിരിക്കുക. അതൊക്കെ വരും, ജീവിതത്തിൽ വരും പോകും, പക്ഷെ വീഴാതിരിക്കുക. അത് വരുമ്പോ ഇതിൽ നിന്ന് അകന്ന് പോവാതിരിക്കുക. ഇതാണ് വേണ്ട ഒരു ക്വാളിറ്റി. അപ്പോ ഇത്രയും മഹത്തായ ഒരു അറിവ്, ഒരു രഹസ്യം സ്വീകരിക്കാൻ ഈ പാത്രം റെഡിയാണ്, ഈ ബാലൻ തയ്യാറാണെന്നുള്ളതൊരു ചിന്ത വരാൻ തുടങ്ങി. ആർക്ക്? യമദേവന്. ഇനി യമദേവൻ ഒരു 720 ഇഷ്ടികയുടെ കണക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. 5 നിറങ്ങളിലുള്ള ലോക്കറ്റ്, മാല, അതിൽ നിന്ന് എന്ത് വരുന്നു? സംഗീതം പൊഴിക്കുന്നു. ഇത് ഒരു സിംബോളിക് സംഭവമാണ്. 720 എന്ന് പറയുന്ന കണക്ക് 360 പ്ലസ് 360 ആണ് കേട്ടോ. ശ്രദ്ധിക്കണേ. അതായത് 360 രാത്രിയും 360 പകലും ചേർന്നാണ് എന്ത്? 720 എന്ന് പറയുന്ന കണക്ക്. ശ്രദ്ധിച്ച് കേട്ടോളൂ. എന്ന് വെച്ചാൽ 360 ദിവസം നിങ്ങൾക്ക് വിഷമിക്കാതെ സന്തോഷത്തിൽ, ആനന്ദത്തിൽ ജീവിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ആത്മസാക്ഷാത്കാരം കിട്ടും. നിങ്ങൾ എൻലൈറ്റ് ഉണ്ടാവും. ഉള്ളൂ. 360 ദിവസം വിഷമിക്കാതിരിക്കാൻ, അതായത് എന്ത് സംഭവിച്ചാലും വിഷമിക്കരുത്. ഇങ്ങനെ വിഷമിക്കാതെ ഇങ്ങനെ സമാധാനത്തിൽ, ആനന്ദത്തിൽ ഇരുന്നാൽ നിങ്ങൾ ലിബറേറ്റഡായി, നിങ്ങൾക്ക് മോക്ഷമായി. പറ്റുമോ? അല്ല, ഒരു ദിവസം പറ്റുമോ? ഇതൊരു ദിവസം പറ്റുമോ എന്നുള്ളതാണ്. നമുക്ക് ഇങ്ങനെ ഒരു പ്രാക്ടീസ് കൊണ്ടുവരണം. കഠോപനിഷത്ത് കേട്ടിട്ടുണ്ട് നമ്മള്. മാസത്തിൽ 1-ാം തീയതി, ഇപ്പൊ നമ്മള് ചില ആൾക്കാർ ഗുരുവായൂർ പോകും, എല്ലാ മലയാളം 1-ാം തീയതി. അങ്ങനെ നമ്മളൊരു ഗുരുവായൂർ പോലെ വളരെ നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു ദിവസം മാസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം, ഈ ദിവസം എന്ത് ചെയ്താലും ഞാൻ വിഷമിക്കൂല. പറ്റുമോ?
നമ്മളൊന്ന് ചാലഞ്ച് ചെയ്യുന്നേ. 2026 അങ്ങനെ ഒരു പുതിയൊരു മാറ്റം. എന്ത് 2026 മുഴുവനും ഞാൻ വിഷമിക്കൂല എന്നൊന്നും പറഞ്ഞേക്കല്ലേ. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിലൊരു ദിവസം എന്തൊക്കെ ആരൊക്കെ കാട്ടിക്കൂട്ടിയാലും ശരി, ഞാൻ വിഷമിക്കില്ല. അപ്പൊ ഈ ഒരു പരീക്ഷണം 360 ദിവസം ചെയ്ത് നചികേതസ് വിജയിച്ചു. വിജയിച്ച നചികേതസിനോട് യമൻ പറയാണ്, ശ്രദ്ധിക്കണം, യമദേവൻ പറയാണ്, സ്വർഗത്തിലേക്കുള്ള വാതിൽ ഇതാ നിന്റെ മുന്നിൽ തുറക്കുന്നു നചികേതസേ. The doors of heaven is opening in front of you. ഇനി ഒന്നും കൂടി ശ്രദ്ധിക്കണം. സ്വർഗം എന്ന് പറയുന്നത് നമ്മളുടെ ഉപനിഷത്ത് പ്രകാരം സ്വർഗം എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല, ഒരു ജോഗ്രഫിക്കൽ പ്ലേസ് അല്ല. സ്വർഗം എന്ന് പറയുന്നത് മാനസികാവസ്ഥയാണ്. നല്ല ആനന്ദത്തിലിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോഴെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്വർഗത്തിലാണ്. ഒരു മോശം മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നരകത്തിലാണ്. എന്ത് രസം കഠോപനിഷത്ത്, എന്ത് രസം. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ്? സ്വർഗത്തിലാ. ഇതെപ്പോഴാ കഴിയണ ദൈവമേന്ന് ആലോചിച്ചിരുന്നാൽ നിങ്ങൾ നരകത്തിലാ. അപ്പൊ നിങ്ങളുടെ നരകവും സ്വർഗവും ഉണ്ടാക്കുന്നത് എന്താണ്? നമ്മുടെ മനസ്സാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ 360 ദിവസം നിനക്ക് ഇങ്ങനെ മാനസികാവസ്ഥയിൽ നിൽക്കാൻ സാധിച്ചത് കൊണ്ട് നചികേതസേ, നിന്റെ മുന്നിൽ ഇതാ സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നു. ഇനി മുഴുവൻ കാലവും നിനക്ക് ഇങ്ങനെ തന്നെ തുടരാൻ സാധിക്കും. അങ്ങനെ നചികേതസ് എന്താവുന്നു? എൻലൈറ്റൻഡ് ആവുന്നു. എൻലൈറ്റൻഡ് ആവുന്ന നചികേതസിന് ഒരു സമ്മാനം കൊടുക്കുകയാണ്. 5 നിറത്തിലുള്ള മാല, അതിൽ നിന്നും സംഗീതം പൊഴിക്കുന്ന നെക്ലസ്. ഇനി ഇതിന്റെ എക്സ്പ്ലനേഷൻ അതിമനോഹരമാണ്. നമുക്ക് എല്ലാവർക്കും 2 ഹൃദയം ഉണ്ടെന്നാ പറയുന്നത് കേട്ടോ. നെട്ടരുത്, കഠോപനിഷത്ത് പറയുന്ന കാര്യമാണ്. എന്താണ്? നമുക്ക് എല്ലാവർക്കും 2 ഹൃദയം. ഒരു ഫിസിക്കൽ ഹാർട്ട് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹൃദയമുണ്ട്. നമുക്ക് ഒരു ഇമോഷണൽ ഹാർട്ട് ഉണ്ട്. നമുക്ക് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ? എന്താണ്? ഒന്ന് നമുക്ക് എന്തുണ്ട്? ഒരു ഫിസിക്കൽ ഹാർട്ട് ഉണ്ട് നമുക്ക്. രണ്ടാമത്തെ എന്താണ്? ഒരു ഇമോഷണൽ ഹാർട്ട് ഉണ്ട്. യമദേവൻ, ഇതും സിംബോളിക് ആണ്. ഇതൊരു ചുമ്മാ നമുക്കൊരു നോളജ് എത്തിക്കാനുള്ള ഒരു സിമ്പിൾ ആണ്. യമദേവൻ നചികേതസിന്റെ ആ വൈകാരിക ഹൃദയത്തിന് മുകളിൽ ഈ 5 നിറങ്ങളുള്ള സംഗീതം പൊഴിക്കുന്ന മാല അണിയിച്ചു. ഈ മാല നചികേതസിനെ എന്തോർമ്മിപ്പിക്കുന്നു? നീ നചികേതസേ ഒരു ചെറിയ മനസ്സിന്റെ ഉടമയല്ല, നീ ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ്. അപ്പോ എപ്പോഴൊക്കെ നിന്റെ ചെറിയ മനസ്സ് ഉണർന്ന് പ്രവർത്തിക്കുന്നു. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ചെറിയ മനസ്സുണ്ട്, വലിയ മനസ്സുണ്ട് അല്ലേ? ശരിയല്ലേ? ഒരാളോട് കുശുമ്പ് തോന്നും, സാറിനെ കാണാൻ എന്തൊരു ഭംഗിയാ, അങ്ങനെ ഒരു കുശുമ്പ് ചിലപ്പോ തോന്നും. അപ്പോ അല്ലെങ്കിൽ ആ ചേച്ചിയുടെ സാരി ഉണ്ടല്ലേ, എന്തെങ്കിലും ഒരു കുശുമ്പ് തോന്നും. അല്ലെങ്കിൽ വെറുതെ ഒരു വാശി. ഇന്നലെ മര്യാദക്ക് ആ ഫ്രണ്ടിലിരുന്നാണ്, ഇന്ന് ആരോ കയറി ഇരിക്കണം, അവർ ഇരിപ്പുണ്ടില്ലേ, വരണ്ടില്ലായിരുന്നു, വെറുതെ വാശി. അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റാത്തൊരു മനസ്സ്. ഇതൊക്കെ ചെറിയ മനസ്സിന്റെ കാര്യങ്ങളാണ്. വാശി, വൈരാഗ്യം, അസൂയ, കുശുമ്പ്, വിട്ടുകൊടുക്കാതിരിക്കല്. വലിയ മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷമിക്കാൻ സാധിക്കുക, കാരുണ്യം കാണിക്കാൻ സാധിക്കുക, വിട്ടുകൊടുക്കാൻ സാധിക്കുക. ഇതൊക്കെ എന്താണ്? വലിയ മനസ്സ്. അപ്പോ നീ വലിയ മനസ്സിന്റെ ഉടമയാണെന്നുള്ളത് ഈ സംഗീതം പൊഴിച്ചുകൊണ്ട് ഈ ലോക്കറ്റ് നിന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കട്ടെ നചികേതസേ. മനസ്സിലാവുന്നുണ്ടല്ലോ? കൈയടിക്കും, മനസ്സിലായല്ലോ അല്ലേ? അപ്പോ ഞാൻ പറയുന്നത്, നമ്മളുടെ ശരീരത്തിൽ കിടക്കുന്ന എന്തെങ്കിലും, ഇപ്പൊ എന്റെ കയ്യിൽ കിടക്കുന്ന ഈ ബ്രേസ്ലെറ്റ്, എപ്പോഴെങ്കിലും എനിക്ക് ആരോടെങ്കിലും അസൂയ തോന്നുമ്പോ, കുശുമ്പ് തോന്നുമ്പോ, വൈരാഗ്യം തോന്നുമ്പോ, വിദ്വേഷം തോന്നുമ്പോ, ഇതിനെ വേണമെങ്കിൽ എനിക്കൊരു അടയാളമായിട്ട് എടുക്കാം. എന്ത്? നോ, ഞാനൊരു വലിയ മനസ്സിന്റെ ഉടമയാണ്, ഞാനൊരു ചെറിയ മനസ്സിന്റെ ഉടമ അല്ല. നമ്മുടെ താലിമാലയോ നമ്മളുടെ കയ്യിൽ കിടക്കുന്ന എന്തെങ്കിലും ഒരു ആഭരണത്തെ നമുക്ക് അങ്ങനെ കണക്കാക്കാം. എന്താണ് ഇത്? ഞാനൊരു ചെറിയ മനസ്സിന്റെ ഉടമയല്ല, ഞാനൊരു വലിയ വിശാലമായ മനസ്സിന്റെ ഉടമയാണെന്ന് സൂചിപ്പിക്കുന്നതാണ് എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ ആഭരണം. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ. കഠോപനിഷത്ത് പറയുന്നത്, നമ്മൾ ജനിക്കുമ്പോ തന്നെ നമ്മളുടെ കൂടെ 2 അസുരന്മാര് നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നാ പറയുന്നത് കേട്ടോ. എന്താണ്? നമ്മൾ ജനിക്കുമ്പോ തന്നെ നമ്മളുടെ കൂടെ 2
അസുരന്മാര് കൂടെ ഉണ്ടാവുന്നവരാണ്. അതിൽ ഒരു അസുരന്റെ പേരാണ് മധു, മറ്റൊരു അസുരന്റെ പേരാണ് കൈതവൻ. ശ്രദ്ധിക്കണം, പേരെന്താണ്? ഒരു അസുരന്റെ പേരാണ് മധു, മറ്റൊരു അസുരന്റെ പേരാണ് കൈതവൻ. മധു എന്ന് പറയുന്ന അസുരൻ ചെയ്യുന്നത് നമ്മളുടെ ഉള്ളിലേക്ക് ആഗ്രഹങ്ങൾ ജനിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു പ്രവൃത്തിയാണ് മധു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ? എന്താണ് മധു എന്താ ചെയ്യുക? നമ്മളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് അത് കാണുമ്പോൾ മോഹം തോന്നും, ഇത് കാണുമ്പോൾ ആഗ്രഹം തോന്നും, അത് കിട്ടണം, അത് കഴിക്കണം, അത് അനുഭവിക്കണം, അത് നേടണം. ഇതൊക്കെ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ആരാണ്? മധു എന്ന് പറയുന്ന അസുരനാണ്. കൈതവനാണ് നമ്മളിൽ വിരോധം ഉണ്ടാക്കുന്നത്. ആംഗ്രി, വിരോധമൊക്കെ ഉണ്ടാക്കണം. വിദ്വേഷം, വിരോധം, ദേഷ്യം, ഇതൊക്കെ കൊണ്ടുവരുന്ന ആരാണ്? കൈതവന. അപ്പൊ ഇത് രണ്ടും നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. ഈ രണ്ട് ആൾക്കാരാണ് നമ്മളെ കൊണ്ട് വീണ്ടും ഈ ഭൂമിയിൽ ജനിപ്പിക്കുന്നത്. എന്ന് വെച്ചാല് ഈ രണ്ട് ആൾക്കാരാണ് നമ്മുടെ ഉള്ളിൽ ഇംപ്രഷൻ ഉണ്ടാക്കണേ, അടയാളങ്ങൾ ഉണ്ടാക്കണം നമ്മുടെ മനസ്സിൽ. അവിടെ മനസ്സിലാവുണ്ടല്ലോ അല്ലെ? അത് നമ്മളുടെ അനുഭവങ്ങളും നമ്മളുടെ ആഗ്രഹങ്ങളും ഒക്കെയാണ് വീണ്ടും വീണ്ടും അത് ചെയ്യാൻ നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കുന്ന സംഭവം. ഇത് മധു ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ വിരക്തി, വിദ്വേഷങ്ങളും നമ്മുടെ മനസ്സിൽ ആഴത്തിൽ അടയാളങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വാസന, ഇംപ്രഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ രണ്ട് സംഗതി ഇല്ലാണ്ടാവുമ്പോഴാണ് ഒരാൾ മോക്ഷത്തിലേക്ക് പോകുന്നത്. പക്ഷെ ഈ മധുവും കൈതവനും മോക്ഷത്തിലേക്ക് നമ്മളെ വിടാൻ സമ്മതിക്കില്ല. മധു നമ്മളിൽ ആഗ്രഹം ജനിപ്പിച്ചുകൊണ്ടേയിരിക്കും, കൈതവൻ നമ്മളിൽ വിദ്വേഷം ജനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ മധുവും കൈതവനും ഉള്ളിടത്തോളം കാലം നമ്മൾ ഒരിക്കലും മോക്ഷത്തിലേക്ക് പോവില്ല. നമ്മൾ വീണ്ടും വീണ്ടും ഈ ഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. മധുവും കൈതവനും നമ്മളെ വിടില്ല. അപ്പോ മധുവും കൈതവനും നമ്മളെ വിടില്ല എന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്, ഇപ്പോ നമ്മൾക്ക് കാണാവുന്ന ഒരു, നമ്മുടെ മുന്നിൽ കാണാവുന്ന ഒരു ഉദാഹരണമാണ്. ഇപ്പോ നല്ല തിരക്കുള്ള ഞാനൊരു അച്ഛന്റെ കണക്ക് മാത്രം എടുക്കാട്ടോ. ഇപ്പൊ ഇന്നത്തെ കാലത്ത് അമ്മയും ഉദ്യോഗം ചെയ്യുന്ന ആൾക്കാരാണ്, അമ്മയും തിരക്കിലാണ്. തൽക്കാലം ഉദാഹരണമായിട്ട് ഞാൻ അച്ഛനെ മാത്രം പറയാം. നല്ല തിരക്കുള്ള ഒരു മനുഷ്യൻ, ഒരു വ്യക്തി. അപ്പൊ അയാൾക്ക് ഒരുപാട് ജോലി തിരക്കും യാത്രകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് പലപ്പോഴും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥകൾ വരും. പിന്നെ അയാൾ റിട്ടയർമെന്റിന് ശേഷം കാണാം അയാളുടെ മകന് ഒരു കുട്ടി ജനിക്കും. അപ്പോ ഈ മകന് കൊടുക്കാൻ സാധിക്കാതിരുന്ന സ്നേഹം, മകനെ നോക്കാൻ പറ്റാതിരുന്ന ആ സമയം, അതൊക്കെ ഉള്ളിലുണ്ട്. കുറ്റബോധം ഉണ്ട്. ഇത് മകന്റെ കൂടെ സമയം ചെലവഴിച്ചിട്ടില്ല, മകനെ വേണ്ട രീതിയിൽ നോക്കാൻ സാധിച്ചിട്ടില്ല. ഇതെല്ലാം കൂടി ഇയാളെ അങ്ങോട്ട് ആ കൊച്ചുമകൻ അങ്ങോട്ട് കൊടുക്കും. കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ഗ്രാൻഡ് പാരന്റ്സിനെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് മിക്കവാറും ഇവിടുത്തെ ഗ്രാൻഡ് പാരന്റ്സ് അവരുടെ സ്വന്തം മക്കളെക്കാൾ കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ടാവുക അവരുടെ കൊച്ചുമക്കളെയാണ്. കാരണം അവരുടെ സ്വന്തം മക്കൾ വളരുമ്പോൾ ഇവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും, ജോലി ഉണ്ടാവും, വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ മക്കളെ താലോലിക്കാനോ മക്കളെ സ്നേഹിക്കാനോ ഒന്നും അവരുടെ മനസ്സുണ്ടാവില്ല, ചിലപ്പോൾ സമയം ഉണ്ടാവില്ല, തിരക്ക് സമ്മതിക്കില്ല. പക്ഷെ അവർക്ക് ഗ്രാൻഡ് ചിൽഡ്രൻ വരുമ്പോ, അവർക്ക് കൊച്ചുമക്കൾ വരുമ്പോഴത്തേക്കും അവർ ഫ്രീ ആയി ധാരാളം സമയം കിട്ടും. അപ്പൊ പഴയ കുറ്റബോധവും പണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഈ കൊച്ചുമക്കൾ എന്താവും ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പൊ അവരെപ്പോഴും ഈ കൊച്ചുമക്കളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഈ ചില ഗ്രാൻഡ് പാരന്റ്സ് കണ്ടിട്ടുണ്ടോ ഭയങ്കരമായിട്ട് ഈ കൊച്ചുമക്കളെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ടോ? അതായത് അവരുടെ സംസാരം കേട്ടതൊന്നും ഈ ലോകത്ത് ഏറ്റവും മെടുക്കൻ അവരുടെ കൊച്ചുമകനാണെന്ന് തോന്നുന്നു. കണ്ടിട്ടുണ്ടോ? അതെല്ലാ ഗ്രാൻഡ് പാരന്റ്സിനും തോന്നണം, അവന്റെ സംസാരം ഒന്ന് കേൾക്കണം, അവനെന്തൊരു ബുദ്ധിയാണെന്നറിയോ. എന്റെ കുടുംബത്തില് ഇത്രയും ബുദ്ധിയുള്ളൊരു കുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല. ഇത് ലോകത്തെല്ലാവരും പറയുന്ന കാര്യമാണ്. കേട്ടോ? അവൻ 2 2 4 എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയൊക്കെ അവൻ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഭയങ്കര വലിയ സംഭവമായിരിക്കും. അവരതിങ്ങനെ ആഘോഷിക്കും. അങ്ങനെ ഭയങ്കര അഭിമാനത്തോടുകൂടി ഇവരുടെ മകനൊക്കെ അതിനേക്കാളും മിടുക്കനായിരിക്കും. പക്ഷെ അന്ന് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഈ കൊച്ചുമകൻ ചെയ്യണ കാര്യങ്ങൾ ഇങ്ങനെ വളരെ അഭിമാനത്തോടു കൂടിയിട്ട് ഇവർ പറഞ്ഞുകൊണ്ട് നടക്കും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വിചാരിച്ചാല് ശ്രദ്ധിക്കണം. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, അതിന്റെ ഒരു അപകടം, ഇവരുടെ മനസ്സിൽ മുഴുവനും ഈ കൊച്ചുമകളായിരിക്കും. ഇവർ കുറച്ച് കഴിഞ്ഞാൽ മരിച്ചു പോകും. പിന്നീട് ഈ കൊച്ചുമകന്റെ കുട്ടിയായിട്ട് ഇവർ വീണ്ടും വരും, വിടില്ല. അപ്പൊ ഇത് ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജി പറയുന്നത്, ഇത് ഇംഗ്ലീഷുകാർക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഇംഗ്ലീഷുകാർ പേരിടുന്നത് ഇങ്ങനെയാണ്: ജോർജ് 1, ജോർജ് 2, ജോർജ് 3, ജോർജ് 4. അതായത് ജോർജ് 1 മകനാണ് ആര്? ജോർജ് 2.
ജോർജ് 1 മകന്റെ മകനാണ് ആര്? ജോർജ് 3. അപ്പൊ ജോർജ് 1 മകന്റെ മകനായിട്ട് എന്തായി? ഭയങ്കര അറ്റാച്ച്ഡ് ആയി. അപ്പൊ ജോർജ് 1 മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താവും? ജോർജ് 4 ആയിട്ട് വരും. ഇവിടെ കഠോപനിഷത്ത് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുന്നത്, നമ്മളുടെ ലോകം ചെറുതാകുമ്പോൾ നമ്മൾ ആ ലോകത്ത് തന്നെ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടേയിരിക്കും. ചില ആൾക്കാരുടെ ലോകം വളരെ ചെറുതാ. അവരുടെ ജോലി സ്ഥലം, അവരുടെ വീട്, അവരുടെ ചുറ്റുപാട്, അവരത് മാത്രമേ കാണുന്നുള്ളൂ, അവരത് മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. അതേ ചുറ്റുപാടില്, അതേ അവസ്ഥയില് അവർ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടേയിരിക്കും. ജോർജ് 1 കറങ്ങിത്തിരിഞ്ഞ് എന്തായി വരുന്നു? വീണ്ടും ജോർജ് 4 ആവുന്ന പോലെ നമ്മളിങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും അതേ കുടുംബത്തില് ജനിച്ചുകൊണ്ടേയിരിക്കും. അല്ലെ? നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇതേ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചു വീണ്ടും വരണം എന്ന്? മതിയായില്ല അല്ലേ? നിങ്ങൾ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇതേ പങ്കാളിനെ തന്നെ അടുത്ത ജന്മം കിട്ടണമെന്ന്? അത് വെറുതെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കൈവക്ക. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇതേ പങ്കാളിനെ അടുത്ത ജന്മം കിട്ടേ വേണ്ടെന്ന്? ഓ, ഇത്രയും ധൈര്യമോ? പങ്കാളി ഇവിടെ ഉണ്ടാവില്ല അല്ലേ? ഇതൊക്കെ വീഡിയോയിൽ വരും കേട്ടോ. മൂന്ന് ദിവസം കാത്തു നിന്നു നചികേതസ് യമദേവന്റെ കൊട്ടാരത്തിൽ. 3 ദിവസം. യമദേവന് മനസ്സിലായി കുട്ടിക്ക് ക്ഷമയുണ്ട്. യമദേവനൊരു കുറ്റബോധം ഉണ്ടായി 3 ദിവസം കാത്തു നിൽക്കേണ്ടി വന്നതില്. 3 ദിവസവും മരണവും തമ്മിൽ ഒരു അപാര കണക്ഷൻ ആട്ടോ.